ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു നോക്കിയ ഫോണിൻ്റെ ചാർജിങ് സ്ലോട്ട് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഈ ചാർജിങ് പോർട്ട് എങ്ങനെ മാറിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം നമുക്ക് നോക്കിയ ഫോണിൻ്റെ ഈ 2 സ്ക്രൂ അഴിച്ചു മാറ്റണം. ചിലതിന് 4 സ്ക്രൂ കാണും. നമ്മൾ സ്ക്രൂ അഴിച്ചു മാറ്റുക. ഇതാണ് നോക്കിയ ഫോണിൻ്റെ ചാർജിങ് പോർട്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അഴിച്ചു മാറ്റാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ബ്ലോവറിൽ 350 ഡിഗ്രി ഞാൻ കാണിക്കാം. നമ്മുടെ ബ്ലോവറിൽ 400 ഡിഗ്രി അല്ലെങ്കിൽ 350-325 ഡിഗ്രിയിൽ നമ്മൾ ഹീറ്റ് ഇടുക. നമ്മൾ അതിനുശേഷം ഡിസ്പ്ലേ ഒന്ന് മേൽവശം ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഹീറ്റ് അടിക്കുമ്പോൾ ഡിസ്പ്ലേ ഉരുകിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ മാറ്റി വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ സ്ലോട്ട് അഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഉരുകിപ്പോകും. സ്ഥിരം ചെയ്യുന്നവർക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. തുടക്കക്കാർക്കാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. അതിന് ശേഷം നമ്മൾ ഇത് കുറേ ഫ്ലെക്സ് ചാർജിങ് പോർട്ടിന് അവിടെ അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് 400 ഡിഗ്രി ചൂടിലാണ് ഇട്ടിരിക്കുന്നത്. ഓരോ ബ്ലോവറിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ. എന്നിട്ട് ഇതിൻ്റെ അടിയിലൂടെ ഹീറ്റ് നൽകുന്നു. ഒരേ സ്ഥാനത്ത് തന്നെ വെക്കാതെ ചെറുതായി ഒന്ന് അനക്കി കൊടുക്കണം. നമ്മുടെ ചാർജിങ് പോർട്ട് നമ്മൾ അയച്ചിരിക്കുകയാണ്. സിമ്പിളായി തന്നെ നമ്മൾ അയച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ ലെഡും ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും അതുപോലെ തന്നെ നമ്മൾ ലെഡ് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക. വിശേഷമൊന്നുമില്ല. നമ്മൾ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്ലീനാക്കിയെടുത്ത ശേഷം ബ്ലോവർ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി നമ്മൾ ഹീറ്റ് ചെയ്തൊന്ന് ക്ലിയർ ആക്കിയെടുക്കും. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ചാർജിങ് പോർട്ട് എടുത്ത ശേഷം ഇതിൻ്റെ ഈ കണക്ഷൻ വരുന്ന ഈ 5 കാലുകൾ നന്നായി ക്ലീൻ ചെയ്യുക. നമ്മൾ നൈഫ് ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യുക. നമ്മളിപ്പോൾ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അല്പം ഫ്ലെക്സ് നമ്മൾ ഇട്ട് കൊടുക്കുക. ലിക്വിഡ് രീതിയിലുള്ള ഫ്ലെക്സ് അല്പം അതിൻ്റെ കാലിലിട്ട് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം സോൾഡറിങ് അയൺ ഉപയോഗിച്ച് അതിലേക്ക് നമ്മൾ ലെഡ് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ 5 കാലയിലും ലെഡ് പരസ്പരം കൂട്ടിമുട്ടാതെ നമ്മൾ ലെഡ് അപ്ലൈ ചെയ്യുന്നു. ബാക്കി ഭാഗത്ത് നമ്മൾ ഈ അതിൻ്റെ മെറ്റൽ ഭാഗത്തൂടെ അല്പം ഫ്ലെക്സ് ഇട്ട ശേഷം അവിടെയും കുറേ ലെഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നല്ല ഉറച്ച ബലത്തിലൊക്കെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലേ അത് ഉറച്ച രീതി ഇരിക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ ലെഡെല്ലാം അപ്ലൈ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ആ ബോർഡിലേക്ക് ഈ ചാർജിങ് പോർട്ട് എടുത്ത് വെക്കുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുക. നമ്മൾ ചാർജിങ് പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് മണ്ടയ്ക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ബ്ലോവർ ഉപയോഗിച്ച് ഇതിൻ്റെ അടിയിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു. അടിയിൽ കമ്പൗണ്ട്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടിയിൽ കൂടെ ചൂട് കൊടുത്ത് ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. നടുക്കൊരു വെട്ട് കണ്ടില്ലേ? ഇത് നമുക്കൊന്ന് ചെറിയ ഹീറ്റ് കൊടുത്ത ശേഷം ഇതിപ്പോൾ ഈ വെട്ടയിൽ നമ്മളൊന്ന് ചെറുതായിട്ട് നമക്കി പിടിക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിക്സ് ആയിട്ടിരുന്നോളൂ. ഓക്കെ, നമ്മൾ പോർട്ട് എടുത്ത് വെക്കുന്നതിന് മുമ്പ് അല്പം ഫ്ലെക്സുകൾ ഇട്ട് കൊടുക്കണം.
അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് ഇതിന് അടിയിലൊക്കെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. അപ്പം നമുക്കറിയാൻ സാധിക്കുക ലെഡ് ഉരുകുന്ന കണ്ടില്ലേ. ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ ബ്ലോവർ ഒന്ന് മാറ്റിയ ശേഷം നമ്മൾ ആ ടീസർ വെച്ചിട്ട് ചെറിയ ആ വെട്ടിലൊന്ന് ചെറുതായിട്ട് നമക്കി പിടിക്കുക. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ ഹീറ്റ് കൊടുക്കുക. ചില പോർട്ടൽ അത് 2 വട്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ടീസറിൻ്റെ 2 വശവും ഉപയോഗിച്ച് നമ്മൾ നമക്കി പിടിക്കുക. ഓക്കെ, നമ്മുടെ ചാർജിങ് പോർട്ട് ഫിക്സ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ചാർജിങ് പോർട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഫിക്സ് ആയിട്ടുണ്ട്. 5 കണക്ഷന് എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളിത് നല്ല ബലം പ്രയോഗിച്ചാൽ പോലും ഇത് ഇളകിപ്പോത്തില്ല, സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ബാറ്ററി നമ്മളിട്ടുണ്ട്. നമ്മളൊന്ന് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൊബൈലിലേക്ക് ചാർജ് കയറുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്പെടുന്ന വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.